കൂട്ടുകാരെ, ഞാൻ കഥ പറയാൻ പോവാണ്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം. ഞാൻ കഥ പറയാം. ഒരു വൃദ്ധൻ മരിക്കാൻ വേണ്ടി കിടക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് 4 ആൺമക്കളാണ്. ആ 4 പേരും തമ്മിൽ എപ്പോഴും ബഹളവും കലഹവും ഒക്കെയാണ്. ഭയങ്കര വഴക്കും ബഹളവും ഒക്കെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ 4 പേരെയും ഒരുമയുടെ ഗുണം പഠിപ്പിക്കണമെന്ന് തോന്നി. അങ്ങനെ അവരെ അടുത്തേക്ക് വിളിപ്പിച്ചിട്ട് അദ്ദേഹം പറയും, ഓരോരുത്തരുടെ കയ്യിലായിട്ട് ഓരോ കമ്പുകൾ കൊടുക്കും. എന്നിട്ട് പറയും നിങ്ങളത് ഒടിക്കാൻ പറയും. അപ്പോൾ ഇവരിത് ഭയങ്കര നിസ്സാരമായിട്ട് ഓരോരുത്തരും ഇത് ഒടിച്ചു കഴിയുമ്പോൾ അദ്ദേഹം പറയും, ഇത് കൂട്ടിക്കെട്ടാൻ പറയും. ആ കമ്പുകൾ തമ്മിൽ കൂട്ടിക്കെട്ടാൻ പറയും. അങ്ങനെ കമ്പ് കൂട്ടിക്കെട്ടിയതിന് ശേഷം അത് ഒടിക്കാൻ വേണ്ടിയിട്ട് പറയും. അപ്പം മക്കൾ 4 പേരും അത് ഒടിക്കാൻ വേണ്ടി ശ്രമിക്കും. ഓരോരുത്തർ വീതം ശ്രമിച്ചു നോക്കും, പക്ഷെ അത് ഒടിയത്തില്ല. അപ്പോൾ അദ്ദേഹം പറയും, ഞാൻ നിങ്ങളെ ഇങ്ങനെ പറഞ്ഞത് ഒരു ഒരുമയുടെ തത്വം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനാണ്. നിങ്ങൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നിങ്ങളെ ആർക്കും പരാജയപ്പെടുത്താൻ സാധിക്കത്തില്ല. പക്ഷെ നിങ്ങൾ ഒറ്റക്കാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ ശത്രുക്കൾക്ക് ഭയങ്കര നിസ്സാരമായിട്ട് തന്നെ തോൽപ്പിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ നിങ്ങളെ കൊല്ലാൻ സാധിക്കുകയൊക്കെ വധിക്കാൻ സാധിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ നിങ്ങൾ ഒത്തൊരുമയോടെയാണ് നിൽക്കണമെങ്കിൽ നിങ്ങളെ ആർക്കും തന്നെ തകർക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും കൂട്ടത്തോടെ ഒരുമയോടെ നിൽക്കണം എന്ന് ഈ പ്രായമുള്ള അച്ഛൻ പറയും. അങ്ങനെ ഈ മക്കൾക്ക് മനസ്സിലാവും, തങ്ങൾ സ്വന്തം സഹോദരങ്ങളോട് വഴക്കുണ്ടാക്കിക്കൊണ്ട് നിന്നത് കൊണ്ട് ഗുണമില്ല. അവരോട് ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഏത് പ്രശ്നം വന്നാലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. കൂട്ടത്തോടെ നിൽക്കണമെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഇത് പറഞ്ഞു തന്നതെന്ന് പറഞ്ഞാൽ, നമ്മളെ മിക്കവരുടെ വീട്ടിലെ സഹോദരങ്ങളൊക്കെ തമ്മിൽ, പല ആൾക്കാർ തമ്മിൽ ഒക്കെ എപ്പോഴും വഴക്കും ബഹളമൊക്കെ ആയിരിക്കും. പക്ഷേ നിങ്ങളെല്ലാവരും ഒത്തൊരുമയോടെ നിൽക്കുകയാണെങ്കിൽ നിങ്ങളെ ആർക്കും ഒരിക്കലും പരാജയപ്പെടുത്താൻ സാധിക്കത്തില്ല. ഇതിപ്പം കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിലാണേലും, അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ കാര്യമാണേലും, ഇപ്പോൾ വയനാട്ടിൽ ഇങ്ങനൊരു സംഭവം നടന്നപ്പോൾ നമ്മളെല്ലാവരും ഒത്തൊരുമയോടെ നിന്നപ്പോഴത്തേക്ക് അതിനെ അതിജീവിക്കാൻ വേണ്ടി സാധിച്ചു. അതുപോലെ നമ്മൾ കൂട്ടത്തോടെ നിന്ന് ഏതൊരു പ്രശ്നത്തെയും നമ്മളെ നേരിടാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് അത് വളരെ അനായാസമായിട്ട് നമുക്കതിനോട് പൊതുരീതി ജയിക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കുന്നതാണ് എപ്പോഴും നല്ലത്. എപ്പോഴും നമ്മൾ കൂട്ടത്തോടെയും ഒത്തൊരുമിച്ച് നിൽക്കാൻ വേണ്ടി ശ്രമിക്കണം. അത് രാജ്യത്തിൻ്റെ കാര്യത്തിലാണേലും, അതുപോലെ നമ്മളുടെ വീട്ടിൽ നടക്കുന്ന കുടുംബത്തിലെ കാര്യത്തിലാണേലും എല്ലാം അങ്ങനെ തന്നെയാണ്. നമ്മൾ കൂട്ടത്തോടെ നിൽക്കുകയാണെങ്കിൽ നമ്മളെ ആർക്കും ഒരിക്കലും പരാജയപ്പെടുത്താൻ സാധിക്കത്തില്ല. അതുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കാൻ വേണ്ടി ശ്രമിക്കണം. അപ്പം ഞാനിതൊരു കൊച്ചു കഥയാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അതിലൂടെ ഒരു ചെറിയൊരു ഗുണപാഠം ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ടാറ്റാ. അങ്ങനെ നമുക്ക് എല്ലാവർക്കും സംഘടിച്ച് ശക്തരായി മാറാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും സംഘടിച്ച് ശക്തരാകുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ടാറ്റാ. ലൈക്ക് ചെയ്യണേ.